നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കുറവുകളുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരുപാട് കുറവുണ്ട് ശരിയാണ്, പക്ഷേ ദൈവം നമുക്ക് കുറവുകൾ തരുന്നതനുസരിച്ച് അതിനിരക്കി കഴിവുകൾ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ആ കഴിവുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഉള്ള കഴിവ് ചെറുതോ വലുതായിരിക്കട്ടെ, നമ്മൾ അതിനെ മാക്സിമം എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്ര ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഈ വിധിയെ വെല്ലുവിളിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അതിജീവനത്തിൻ്റെ ഒരു പാഠപുസ്തകമായി മാറിയ ആസിം വെളിമണ്ണയാണ് എനിക്കൊപ്പം ഉള്ളതും. ആസിം ഇപ്പോൾ ഒരു ചെറിയ നേട്ടത്തിൻ്റെ നെറുകയിലാണെന്നൊക്കെ പറയാം. SSLC പരീക്ഷ വിജയിച്ചിരിക്കുകയാണ് അല്ലേ? അഭിനന്ദനങ്ങൾ. എങ്ങനെ ഉണ്ടായിരുന്നു അതിനുള്ളൊരു ശ്രമം? SSLC പരീക്ഷ ജയിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? SSLC ഞാൻ 8-9 പഠിക്കാനാണ് 10ലേക്ക് നേരെ SSLCക്ക് പോയതാണ്. 8-9 പോകാണ്ടിരുന്നുണ്ടോ? സ്കൂൾ ദൂരെ ആയതുകൊണ്ടാണോ? പോകാനുള്ള ബുദ്ധിമുട്ടാണോ? പോകാനുള്ള ഉച്ച ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്കൂളിൽ ആക്കിയിട്ടുള്ളൊരു ഇതും ഫൈറ്റും കാരനായിരുന്നു പോകേണ്ടത്. 8-9 വീട്ടിലിരുന്ന് പഠിച്ചു? വീട്ടിൽ നിന്ന് പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചില്ല? ഇല്ല, സമയമൊന്നും കിട്ടിയില്ല അല്ലേ? പഠിക്കാതെ 10ക്ക് ചാടിയതാ. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല? ഇല്ല. അപ്പം 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പം ആ ഒരു ബേസിക് കാത്തതിൻ്റെ എന്താ നല്ലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ടീച്ചേഴ്സ് പരമാവധി ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ്. ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാ? ഇഷ്ടപ്പെട്ട ടീച്ചർ എല്ലാവരും ഇഷ്ടമൊക്കെ ടീച്ചർ അല്ല, ആരും വിളങ്ങാൻ പറ്റില്ല. ഇല്ല, നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മാത്സ്. ബയോളജി ഇഷ്ടമാണ്? ബയോളജിയും അത് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എന്താണ് ഇനിയൊരു പ്ലാൻ? എന്താ +1 പോകണം? ഇപ്പോൾ സെയിം സ്കൂളിൽ പോകാൻ തന്നെയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂൾ കണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ ഏത് സ്കൂൾ? +1 പോകണല്ലോ അല്ലേ? അപ്പോൾ ഏത് സ്കൂളിൽ പോകാനാണ് ഇഷ്ടം? വേറെ ഏതെങ്കിലും സ്കൂൾ കണ്ടുവച്ചിട്ടുണ്ടോ? സബ്ജക്റ്റ് ഏതെടുക്കാനാണ് ഇഷ്ടം? വേറെ ഒരു സ്കൂളിൽ കണ്ടുവച്ചിട്ടുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. അല്ല, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞ അത് കുഴപ്പമൊന്നുമില്ല, കിട്ടും. ഏതൊരു സ്കൂൾ നോക്കണം എന്ന് തന്നെയാണ്. പിന്നെ വിഷയം ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കണം. സൈക്കോളജി പഠിക്കാൻ താല്പര്യമുണ്ട്. സൈക്കോളജിസ്റ്റ് ആവാനാണ് ഇഷ്ടം? അതെ. ഓക്കെ. ഈ ഒരുപാട് മെഡലുകൾ ഈ ഓഫീസിൽ കാണുന്നുണ്ട് അല്ലേ? നേട്ടങ്ങൾ ഒരുപാടുണ്ട്. നീന്തി എന്നുള്ളതാണ് അല്ലേ? പെരിയാർ നീന്തി കടന്നു. എങ്ങനെയായിരുന്നു ഈ ഇപ്പോൾ കൈകളുള്ള ആൾക്കാർക്ക് തന്നെ നീന്തൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. നീന്തൽ പഠിക്കാനുള്ള ശ്രമമൊക്കെ എങ്ങനെയായിരുന്നു? ഒന്നാമത് എനിക്ക് നീന്താൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാരണം ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഈ എൻ്റെ വീടിനകത്ത് പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സെല്ലാം പിന്നെ ആൾക്കാർ വീട്ടുകാരൊക്കെ ഇങ്ങനെ കുളിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അവർ നീന്തുമ്പോൾ എങ്ങനെ എനിക്ക് എന്തുകൊണ്ട് നീന്തണം, എന്തെങ്കിലും നീന്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നി ഇങ്ങനത്തെ എടുത്ത് ചാകലുണ്ടായിരുന്നു. അപ്പം ഒരുപാടൊക്കെ ചാകി ഒലിച്ചു പോയ ആളായിരുന്നു. എന്നാലും അത് ഉപേക്ഷിക്കൂല. ഇല്ല, നീന്താൻ അറിയില്ലെങ്കിലും ചാകും. പിടിക്കാനും ആളുണ്ടാവും. എങ്ങനെയൊക്കെ കഴിച്ചില്ല. പിന്നെ അങ്ങനെ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ നീന്തൽ പഠിപ്പിച്ച എൻ്റെ സജീവ് ആശയം എന്ന് പറഞ്ഞ എൻ്റെ സാറ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നീന്താൻ ആഗ്രഹമുണ്ടോ, ഞാൻ പഠിപ്പിച്ചു തരാനാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഓക്കെ റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പെരിയാർ പോയിട്ട് ഒരാഴ്ചത്തെ പ്രാക്ടീസിന് നീന്തി പഠിച്ചത്. മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് അല്ലേ? കൈകൾ കൊണ്ട് വരയ്ക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് കാലുകൊണ്ട് വരയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്? ചിത്രം വരയ്ക്കാൻ തുടങ്ങിയ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ, ഞാൻ 3ാം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. അപ്പം അന്ന് ഫ്രണ്ട്സുകളൊക്കെ വരയ്ക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. എനിക്കും അങ്ങനെ വരച്ചു നോക്കിയാലോ എന്ന്. അങ്ങനെ വരച്ചതാണ്. വരയ്ക്കുമ്പോൾ എന്ത് വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം? നേരത്തെ ഒരു ചിത്രം കൊണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. സൗഹൃദം, ഫ്രണ്ട്ഷിപ്പൊക്കെയാണോ കൂടുതൽ ഇഷ്ടം? ഫ്രണ്ട്ഷിപ്പൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ. ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് നമ്മളോട് അവരെ കൂടെ കൂട്ടാനും? ഒക്കെ എല്ലാവരും പിടിച്ചൊക്കെ വേണം, കൂടെ കട്ടയ്ക്ക് നിൽക്കും. അതെ. ഫ്രണ്ട്സുകൾ പറഞ്ഞാൽ വേറൊരു വൈബാണല്ലോ. അവർ ഒരിക്കലും നമ്മളെ വേർതിരിഞ്ഞ് കാണൂല. അവരെപ്പോഴും അവരൊക്കെ കുക്കറ്റ് ഒരാളെന്ന രീതിയിൽ എന്ത് ചെയ്യും, അടിച്ചൊക്കെ ചെയ്യും. വേർതിരിച്ച് കാണുമ്പോൾ നമുക്ക് പ്രശ്നം അല്ലേ? അതെ. അവർ അതും അങ്ങനത്തെ ഫ്രണ്ട്സുകളൊന്നും നമ്മൾ ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ കൂടെ നിൽക്കണം. അതെ. ഇപ്പോൾ ആസിം വെളിമണ്ണ ഫൗണ്ടേഷനായി, അതുപോലെ ഇപ്പോൾ നേരത്തെ ഈ പീസ് ഫൗണ്ടേഷൻ്റെ സമ്മാനത്തിൽ വേൾഡിൽ
മൂന്ന് പേരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. എങ്ങനെയാണ് ഇനി എന്തായി തീരണം എന്നൊക്കെ അസീം ആഗ്രഹിക്കുന്നത്? എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പല സമയത്തും പല ആഗ്രഹങ്ങളാണ്. അങ്ങനെ ആഗ്രഹങ്ങൾ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്തില്ലെങ്കിലും അസീമിൻ്റെ ജീവിതം തന്നെ ഒരു മോട്ടിവേഷൻ ആണല്ലോ. അതെ. പിന്നെ എനിക്ക് ഒരാഗ്രഹം, ഞാൻ ഈ അച്ചീവ്മെൻറ്റ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊണ്ട് എവറസ്റ്റൊക്കെ കയറണമെന്ന് ഒരാഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഈ ആസിം വെളിമണ്ണ ഫൗണ്ടേഷൻ ഒന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കണം. പിന്നെ സ്വിമ്മിങ്ങിൽ ഉയരങ്ങളിലെത്തണം. അപ്പോൾ ഈ പെരിയാർ നീന്തി കടന്നു, ഈ നീന്തി സ്പോർട്സിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഞാനിപ്പം പാരാലിമ്പിക്സിൽ സ്വിമ്മിങ്ങിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റിൽ മത്സരിച്ചു. അതിൽ എനിക്ക് 3 ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ അതിൽ നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ നാഷണലിൽ മത്സരിച്ചു. അത് മധ്യപ്രദേശിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്നും 3 ഗോൾഡ് മെഡൽ കിട്ടി. ഇനിയിപ്പം ഇൻഷാ അല്ലാ ഇൻ്റർനാഷണൽ പാരീസ് പാരാലിമ്പിക്സിൽ യോഗ്യത നേടിയിട്ടുണ്ട്. അതിൽ മത്സരിക്കാനുള്ള ഒളിമ്പിക്സിൽ മത്സരിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അതെ. ഇതിനിടയിൽ സമയം കിട്ടുന്നുണ്ടോ പ്രാക്ടീസ് ചെയ്യാനൊക്കെ? പ്രാക്ടീസൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുള്ളത് ഇപ്പം? അങ്ങനെയൊന്നുമില്ല, തോന്നുമ്പോൾ പ്രാക്ടീസ് ചെയ്യും. നേരത്തെ ഒരു ഉപദേശമായിട്ട് പറഞ്ഞിരുന്നല്ലോ ഈ തോറ്റുപോയ ആളുകൾക്ക്, അല്ലേ? അത് എന്താ ശരിക്കും പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് തോറ്റുപോയതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ കണ്ടുന്ന ഒരു കാര്യമാണ്. തോറ്റുപോയതിൻ്റെ പേരിൽ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്, അങ്ങനെ ഡിസ്പ്രസ്ഡ് ആവുന്നതും മെൻ്റലി പ്രശ്നമൊക്കെ ആവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ തോറ്റെന്ന് കഴിച്ചാൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴും അത് നമ്മളുടെ വിജയത്തിലേക്കുള്ള ചെറിയൊരു റെസ്റ്റ് ആയിരിക്കും. അപ്പം ഒരാൾ 99 പ്രാവശ്യം പരിശ്രമിച്ചിട്ട് ആ 99 പ്രാവശ്യം ജയിച്ചിട്ടില്ലെങ്കിലും 100ാമത്തെ പ്രാവശ്യമായിരിക്കും അദ്ദേഹത്തിന് വിജയം ഉണ്ടാവും. അപ്പോൾ ആ 100ാമത്തെ പ്രാവശ്യം മത്സരിക്കാനുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് വേണമല്ലോ. അപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത +2 നമുക്ക് ഉന്നത മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റും. എന്തായാലും ശ്രമിക്കാനുള്ളൊരു മനസ്സാണ്ടാവണം. അതെ. ഇപ്പോൾ ഈ അസീം പോലും വേണമെങ്കിൽ ഈ പരിഭവമൊക്കെ പറഞ്ഞ് വീട്ടിൽ വെറുതെ വേണമെങ്കിൽ ഇരിക്കാം, അല്ലേ? അങ്ങനെ ഇരിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. എൻ്റെ പരാതികൾ, എൻ്റെ പരിഭവങ്ങൾ, പരിമിതികളൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അസീമിന് അങ്ങനെ ഇരിക്കുകയായിരുന്നു, അല്ലേ? അതെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കുറവുകളുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരുപാട് കുറവുണ്ട്, ശരിയാണ്. പക്ഷേ ദൈവം നമുക്ക് കുറവുകൾ തരുന്നതനുസരിച്ച് അതിനിരക്കി കഴിവുകൾ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ആ കഴിവുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഉള്ള കഴിവ് ചെറുതോ വലുതായിരിക്കും. നമ്മൾ അതിനെ മാക്സിമം എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്ര ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. സങ്കടം തോന്നിയിട്ടേ ഇല്ല, അല്ലേ? ശരിക്കും പറഞ്ഞു ചെറുപ്പത്തിലൊക്കെ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ചിന്തിച്ചു, ഒരിക്കലും ഞാനിങ്ങനെയാണ് ജനിച്ചത്, അപ്പം ഇനി ഒരിക്കലും ഇതിൽ നിന്ന് മാറിപ്പോകാനൊന്നും പെട്ടെന്ന് കൈമുറിച്ച് തരാനൊന്നും പോകുന്നില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം ഈ ദൈവം ഇങ്ങോട്ട് വെച്ചതിൽ ഇങ്ങോട്ട് അയച്ചതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അത് നമ്മൾ നേടി കൊടുക്കുക. ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കഴിവായിട്ട് തന്നിട്ടുണ്ട്. അതെ. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതെ. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ. അപ്പോൾ അസീമിൻ്റെ ശരിക്കും പറഞ്ഞാൽ അസീം മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നാണ് പറയുന്നത്. അസീമിൻ്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മോട്ടിവേഷനാണ്. അതിനേക്കാൾ മോട്ടിവേഷനും ഒരു പാഠപുസ്തകവുമാണ് അസീമിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ക്യാമറമാൻ ഷബീർ വടക്കേങ്ങരൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.